നമസ്കാരം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ശങ്ക്രിയിലേലാട്ടോ. ശങ്ക്രിയിലേൽ ഇന്നാണ് ഇവരുടെ ട്രീ ലൈറ്റിംഗ് സെറിമണിയും സംഭവങ്ങളൊക്കെ. നമുക്ക് നേരെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ നമ്മളിവിടെ എത്തി. എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അതെല്ലാവരും നടന്നുകൊണ്ടിരിക്കണം മുന്നോട്ട്. അവിടെ ജസ്റ്റ് പരിപാടി സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ കരോട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കരോടല്ല, കൊയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. I see the presents underneath the good old Christmas tree, and I wait all night till Santa comes to wake me from my dreams. Oh, why? 'Cause that's Christmas to me. I see the children play outside like angels in the snow. പല ടൈപ്പിലുള്ള സ്വീറ്റ്സ്, കുക്കീസ് ഇതൊക്കെ അവരിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഒന്നുപോലും വിടാതെ എല്ലാം അത്യാവശ്യം എടുക്കണമുണ്ട്. പല ടൈപ്പിലുള്ള മോക്ടെയിലുകൾ തലങ്ങും വിലങ്ങും പോണ്ട് കേട്ടോ. നമ്മൾ ഒന്നും വിടാതെ എല്ലാം മാറി മാറി ടേസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. സാന്റ വരുന്നുണ്ട് കേട്ടോ. സാന്റയുടെ എൻട്രി എന്ന് പറഞ്ഞാൽ റോയൽ എൻട്രിയാണ്. നമ്മുടെ അടിപൊളി ഒരു വിന്റേജ് കാറിലൊക്കെയാണ് വരുന്നത്. ഇനിയിപ്പോ സാന്റയ്ക്ക് സമാധാനം ഉണ്ടാവില്ല കേട്ടാ. പിള്ളേരുടെ വളയലും കൂട്ടപ്പാച്ചിലും ആവും ഇപ്പം. ഇത് കണ്ടില്ലേ, എല്ലാവരും ഗിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. ഞോഞ്ഞേസി അച്യുത സാന്റയുടെ അടുത്ത് നിന്ന് ഗിഫ്റ്റ് വാങ്ങാനുള്ള തിരക്കിലാണ് കേട്ടോ. കിട്ടിയത് എന്താന്ന് വെച്ചാൽ അതാ 3 ആൾക്ക് ഈ ലോലിപോപ്പാണ് കിട്ടിയത്. അതിന് പുറമെ ഈ കുക്കിയും കൂടിയും കിട്ടി. മെറി ക്രിസ്മസ് എന്നൊക്കെ എഴുതി അടിപൊളിയായിട്ടുള്ള ഒരു കുക്കി. നമ്മുടെ സാന്റ വന്ന വാഹനം തിരിച്ചു പോവാണ് കേട്ടോ. സാന്റനെ കൊണ്ടുപോകണില്ല. ഇത് ഫിയറ്റിന്റെ ഏതൊരു മോഡലാന്ന് തോന്നുന്നു ഈ കാറ്. അപ്പൊ അതുപോലെ സാന്റയ്ക്കൊപ്പം ഉള്ള ഒരു ഫോട്ടോ പോസും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു ക്രിസ്മസ് വൈബ്. കണ്ടില്ലേ, നല്ല അടിപൊളി എല്ലായിടത്തും ഡെക്കറേറ്റ് ചെയ്ത് സൂപ്പറാക്കി ഇട്ടുണ്ട്. ഇതിന്റെ പകലാർന്നെങ്കിൽ നല്ല വ്യൂ ആയിരുന്നു. വേണ്ട, ആ ഭാഗമൊക്കെ ബീച്ചാണ്. നമുക്കിപ്പോ രാത്രി കാരണം ഒന്നും ക്ലിയർ അല്ല. കണ്ടില്ലേ, എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ റിസപ്ഷനിലെ ട്രീ കണ്ടില്ലേ, അടിപൊളി ഒരു യമകണ്ഠൻ വലിയ ട്രീ ആട്ടോ അത്. അടിപൊളി. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതാ നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? സാന്റ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ചോക്ലേറ്റ് തന്നല്ലോ. ദാരിദ്ര്യം പിടിച്ച സാന്റ ആയിരുന്നു തോന്നുന്നു. അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നോ? ലോലിപോപ്പ് വേസ്റ്റോ? എന്താ ഇഷ്ടപ്പെട്ടില്ല? പോവാന്നാ? അപ്പൊ അങ്ങനെ നമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആദ്യം നേരെ വീട്ടിൽ പോവാന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ പതുക്കെ ട്രാക്ക് മാറ്റി. പിന്നെ വിചാരിച്ചു പള്ളി വരെ ഒന്ന് പോവാം, പള്ളിയിലെ ഡെക്കറേഷൻ കൂടിയും കണ്ടിട്ട് വീട്ടിലേക്ക് പോവാന്ന്. എന്തായാലും പള്ളിയുടെ ഉള്ളിൽ പോയി നോക്കട്ടെ കേട്ടോ. കണ്ടില്ലേ, പുറം ഭാഗമൊക്കെ അത്യാവശ്യം എല്ലായിടത്തും നല്ല രീതിയിൽ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാഴ്ചകൾ ഉള്ളിൽ പോയിട്ട് കാണാം. അതുപോലെ ഇവിടെ പല ടൈപ്പിലുള്ള സ്റ്റാറുകൾ കെട്ടി തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെന്തൊക്കെയാ ചോദിച്ചേ? പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇത്. ഇത് എഗ്ഗിന്റെ ട്രേ കൊണ്ട്. പിന്നെ ഇത് പ്ലാസ്റ്റിക് കപ്പുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് ബോട്ടിൽ ക്യാപ്പ്. പാം ലീഫ് കൊണ്ട് ഇതൊക്കെയാണ്. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് ഈ 5 സ്റ്റാറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെയൊക്കെ നമ്മുടെ LED ബൾബ് വെച്ച് അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ വലിയൊരു സ്റ്റാർ കെട്ടി തൂക്കിയിട്ടുണ്ട്. മുന്നില് ഒരു ഭീമൻ ക്രിസ്മസ് ട്രീ ഉണ്ട് കേട്ടോ. അതൊന്ന് പോയി കാണാൻ അടുത്ത്. എങ്ങനെയുണ്ട് ട്രീ? നമ്മളെക്കാളും നല്ലതാ. ഭീമൻ ട്രീ ആണല്ലോ. ഏതുവരെ? അടിപൊളി ട്രീ കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അത് കണ്ടില്ലേ, കണ്ടോ, ഭീമൻ ട്രീ ആണ്.
ആ അവരന്ന് ഉണ്ടാക്കണ നമ്മള് കണ്ടില്ലേ അന്ന് വന്നപ്പോ? ആ ലേട്ടറിന്റെ മുകളിൽ കയറുന്നിട്ട് എന്തുകൊണ്ടാ ഉണ്ടാക്കിയിരിക്കണ? ബോട്ടിലിന്റെ ക്യാപ്പോ? അവിടെ എനിക്ക് ബോട്ടിലിന്റെ ക്യാപ്പ് ഒന്നും കാണാനല്ലോ. അകത്ത് അതപ്പോ ലൈറ്റ് ഇട്ട്. ഇതെന്താ സംഭവം? ഇത് കോട്ടൺ വെച്ചിട്ടാണ്. ഇതെന്താ? ഇത് ഡ്രൈ ഫ്ലവർ ആണെങ്കിൽ ഇതോ? ഇതും ഡ്രൈ ഫ്ലവർ ആണെന്ന് തോന്നുന്നു അല്ലേ? ഡ്രൈ ലീവ്സാ. ഓക്കെ. ഈ സ്റ്റാറിന്റെ ഉള്ളില് നോക്കിയാൽ നമുക്കൊരു പുൽക്കൂട് കാണാട്ടാ. കണ്ടാ? ഒന്ന് സൂം ചെയ്ത് നോക്കണം. എവിടെ? നീ എവിടേക്കാ പോണത്? എവിടേക്കാ ഉണ്ടാവോ? അവിടെ ഒന്നുമില്ല. പള്ളിയുടെ പുറകുഭാഗത്തായിട്ട് ഓരോ കമ്മ്യൂണിറ്റിക്കാരുണ്ടാക്കി വെച്ച ക്രിസ്മസ് ട്രീയും പുൽക്കൂടും സംഭവങ്ങളൊക്കെ കാണാട്ടാ. ഓരോന്നായിട്ട് പോയി നോക്കാം. ഇതാരുടെ വകയാ? ആദ്യത്തെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഗോവൻ കമ്മ്യൂണിറ്റി വകയാണിത്. ഇതാണ് ഗോവയുടെ കലാവിരുത്. ഇതോ? ഇതാണ് നമ്മുടെ മലയാളം കമ്മ്യൂണിറ്റിയുടെ കലാവിരുത്. പക്ഷെ അതെന്താ അടച്ചു വെച്ചിരിക്കുന്ന കവറിട്ടിട്ട്? എന്താണെങ്കിലും ഇതാണ് നമ്മുടെ മലയാളം കമ്മ്യൂണിറ്റിയുടെ കലാവിരുത് കേട്ടോ. അടിപൊളിയാണ്. JCB? എവിടെ JCB? JCB ഉണ്ട് അല്ലേ? അടിപൊളി ഒരു പുൽക്കൂടൊക്കെ ഉണ്ട് ഇവിടെ. മാംഗ്ലൂരിയൻ കമ്മ്യൂണിറ്റി അധികം ആർഭാടങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് ഒരു ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയാട്ടാ, രസമുണ്ട്. ഇത് ഏത് കമ്മ്യൂണിറ്റിയുടെ എഴുതിയിട്ടില്ല. അപ്പോൾ അവിടെ ഒരു ട്രീ ഉണ്ട്, പക്ഷെ ഏത് കമ്മ്യൂണിറ്റിയുടെ എഴുതിയിട്ടില്ല. കണ്ടില്ലേ? ഇതാണത്. നമുക്ക് അടുത്തേക്ക് പോവാം. ബാ ഞോഞ്ഞ്, ഇതാരുടെ? ഈസ്റ്റ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി. അതില് കൊറേ സംഭവങ്ങളുണ്ട് കേട്ടാ. ടിഷ്യൂ ബോക്സ് കൊണ്ടാണ് ഈ ട്രീ ഉണ്ടാക്കിയിരിക്കണത്. പിന്നെ അതിന്റെ മുകളില് ഒരുപാട് സംഭവങ്ങൾ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാരുടെ? മുട്ട കൊണ്ടുണ്ടാക്കിയ? മുട്ട കൊണ്ടുണ്ടാക്കിയ ഫേസ് ആണല്ലോ ഈ പുൽക്കൂടില് കംപ്ലീറ്റ്. കോഴിമുട്ടയാ? കമ്മ്യൂണിറ്റി ഏതൊന്നും എഴുതിയിട്ടില്ല തോന്നണു. പക്ഷെ അടിപൊളി ഒരു പുൽക്കൂടൊക്കെ കേട്ടാ. കണ്ടില്ലേ? നല്ലൊരു ട്രീ. ഓക്കെ, നെക്സ്റ്റ്. ഇത് നല്ലൊരു പുൽക്കൂടാ. പുൽക്കൂട് ഭംഗിയുണ്ട്. എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന? ചകിരിയാ? അടിപൊളിയാണ്. ഏത് കമ്മ്യൂണിറ്റിയുടെയാന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. വേണ്ടില്ലേ? ഇത് ഫിലിപ്പീനോ കമ്മ്യൂണിറ്റിയുടെ കേട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ട്രീ. ഇത് ഏത് കമ്മ്യൂണിറ്റിയുടെ വകയാ? ഇതെന്തുകൊണ്ടാ ഉണ്ടാക്കിയിരിക്കണത്? കേളോ? വാൽനക്ഷത്രാണോ? പാം ലീഫ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കണെന്ന് തോന്നുന്നു കേട്ടോ. തോന്നല്ല, പാം ലീഫ് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കണത്. അപ്പം ഇത്രയാണിതാ ഇവിടെ നിന്നുള്ള കാഴ്ചകള്. ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് അവര് ചെയ്തിരിക്കണ. അടിപൊളി. എന്ത് ഗിഫ്റ്റ്? അതിന് കൊറേ ഗിഫ്റ്റ് ഉണ്ടല്ലോ അച്ഛ. ഒരു ഗിഫ്റ്റ് നമുക്ക് കണ്ടെടുത്താലോ? മരണം പതുക്കണ്ടെടുത്താലോ? താനെടുക്കോ? താനെടുക്കടോ? എന്താ? ചെറിയ കോക്കനട്ടോ? ചെറിയ കോക്കനട്ട് കണ്ടുപിടിച്ച എവിടെ? മച്ചിങ്ങയാണത്. ചെറിയ കോക്കനട്ട് വരെ എത്തി. എന്താ ചെയ്യാ? അപ്പൊ ഇവിടെ ക്രിസ്മസിന്റെ പരിപാടികൾ കംപ്ലീറ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ. ക്രിസ്മസ് 9-ാം തീയതി തൊട്ടിട്ട് 9-ാം തീയതി കുമ്പസാരമാണ്. 1-ാം തീയതി വരെ ഉള്ളത്. ക്രിസ്മസ് ഡേയുടെ അന്ന് മലയാളം മാസം എപ്പോഴാ? ക്രിസ്മസ് ഡേ അല്ല, നമുക്ക് 24 രാത്രിക്കല്ല, 8:30. 24-ാം തീയതി
ക്രിസ്മസ് കരോളോടുകൂടി 8:30 തുടങ്ങും. 8:30 മാസം അല്ലേ? മലയാളം മാസം 8:30 24 തീയതി. മലയാളം മാസമല്ല, ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് മാസം മലയാളം അല്ലേ? അപ്പൊ മലയാളം 25 ഉള്ളൂ. മലയാളം മാസം 25 ഉള്ളൂ. അത് എത്ര മണിക്കാ? 8:15 വൈകുന്നേരം. ആ, വൈകുന്നേരം 8:15 എവിടേക്കാ കയറി പോണ്? എന്താ ചെയ്ത സിയ? അച്ഛൻ എന്താ ചെയ്ത? മൂക്കലൊക്കെ അത് വെള്ളം കുടിക്കുകയും ചെയ്തോ? ആ, മതി മതി, ഇത് പള്ളിയെ ഓടിക്കളിക്കാനുള്ള സ്ഥലല്ല. അച്ചൂടാ, ബാ 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 ബാ, തന്നെ ഇവിടെ നിന്ന് ഓടിക്കുവേ. മതി മതി മതി. ആ ആ, കണ്ടു കണ്ടു. പുൽക്കൂടിന്റെ പണി ഇതാ അവിടെ നടന്നോണ്ടിരിക്കട്ടാ. കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് ഉള്ളില് പുൽക്കൂടിന്റെ പണി നടന്നോണ്ടിരിക്കുന്നുണ്ട്. ഇത് എന്നൊക്കെ ഓപ്പൺ ആക്കുക? 24 തീയതി രാത്രി ഇത് ഓപ്പൺ ആക്കും. അന്ന് നമ്മളൊന്ന് കാണിച്ചു തരാം പുൽക്കൂട് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. നമ്മുടെ പള്ളിയുടെ എൻട്രൻസ് ഒക്കെ അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഉണ്ടല്ലേ അച്ചു? ബാ. ഇവിടെ ഫിലിപ്പീനി കമ്മ്യൂണിറ്റിയുടെ എന്തോ ഫുഡ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. അപ്പം ഫിലിപ്പീനി ഫുഡുകളൊന്ന് കാണാന്ന് വിചാരിച്ച് നമ്മൾ ഉള്ളിൽ കയറിയതാണ്. 2 ഭാഗത്തായിട്ട് കുറെ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ സംഭവങ്ങളൊന്നും അറിയില്ല. ഇത് സൂപ്പാന്ന് തോന്നണു. ഇവിടെ കുറെ ബ്രെഡും ബണ്ണും കാര്യങ്ങളൊക്കെ കാണാം. മധുരങ്ങളാണ്. Yeah, that's brioche man. Kandila. We're selling that in Sultan Center loaf. No, it's a plain buttery and milky bun loaf. It's really good. That's our best seller. ബണ്ണാണ്. You must. ഇതെന്താ സംഭവം? സ്പ്രിംഗ് റോളും എന്തൊക്കെയോ റോൾ ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്ന സാധനം. എല്ലാം ഈ വറുത്തതും പൊരിച്ചതാണ്. എണ്ണയിലിട്ട് ഡീപ് ഫ്രൈ തന്നെ എല്ലാം. ഇവിടെ ചിക്കനും അരിയൊക്കെ കൂടി പുഴുങ്ങി എന്തോ ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ. ഇവിടെ ബാർബിക്യും സംഭവങ്ങളൊക്കെ കാണാം നമുക്ക്. എന്താടി ഇത്? പുഴുവാണോ? ഇത് പുഴുക്കള് പോലെ ഉണ്ടല്ലോ. എന്താ മോമോസ് അല്ലാതെ എന്താ എന്റെ പേര്? ഷോമോയ്. ഷോമോയ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അതിന്റെ ഉള്ളില്. കണ്ടില്ലേ? നമ്മളെന്തെങ്കിലും വാങ്ങണ്ട? എന്താ? സ്പ്രിംഗ് റോളോ? വെജിറ്റബിൾ. വെജിറ്റബിൾ ആണ്. എത്രയാന്ന് പറഞ്ഞേ? 3 ഒരു സെറ്റാണ് 1.4. 3 പീസ് സ്പ്രിംഗ് റോളാ? അതിന് 1.3? 1.4. കുറച്ച് കത്തിയാണല്ലോ. പിന്നല്ലോ അത് എങ്ങനെയുണ്ട് ചോദിഞ്ഞ ഫിലിപ്പീനി സ്പ്രിംഗ് റോള്? നല്ലതാ? രുചിയുണ്ട്? ഷോ, നല്ലതാ? ആ, ഇവിടെ നമുക്ക് പോർക്കിന്റെ ഐറ്റം വരെ കിട്ടൂട്ടാ. കണ്ടില്ലേ? ദിസ് ഈസ് കുക്ക്ഡ്? ആ, ഓക്കെ. സോ ജസ്റ്റ് റെഡി ടു ഈറ്റ്? ആ, ഓക്കെ. ഇരിക്കണത് പോർക്കിന്റെ ടിക്കേട്ടാ. ഫിലിപ്പീനുകളായോണ്ട് തന്നെ കംപ്ലീറ്റ് പോർക്കിന്റെ മയാണ് ഇവിടെ. വാട്ട് ഈസ് ദിസ്? റൈസ്? റൈസ് കേക്ക്? ഓ, ഓക്കെ. ദിസ് ഈസ് സ്വീറ്റ്? Normal sweetness. Yes, we will try chomai. Chomai you told, no? Yeah. 6 piece how much? 1.5. 1.5 റിയാലിന്റെ കുറവൊന്നുമില്ല അല്ലേ? ഒന്നുമില്ല. ഓ, താങ്ക് യു. ഇതില് കുറച്ച് അവരുടെ എന്താ പറയാ സോസുകളൊക്കെ ഇട്ട് ലെമണൊക്കെ ഒഴിച്ച് നമുക്കൊരു പിടുത്തം പിടിക്കട്ടത്. ഓ, എങ്ങനെയുണ്ട്? ചൂടാ? ഓ, അത് ചൂടാ അറിയിട്ടിട്ട് വായൽ കിട്ടാ പോരാർന്ന. ഭയങ്കര അംഗം തന്നെ കേട്ടാ. ഞാൻ ചൂടുണ്ടേ, അങ്ങനെ എടുത്ത് വായലിടണ്ട. എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം അടിപൊളിയായിരുന്നു?
നമ്മള് കൊറേ സാധനങ്ങൾ വാങ്ങിട്ടാ. സംഭവം എല്ലാം അടിപൊളിയായിരുന്നോ, ഒന്നിനും കുറ്റം പറയാല്ല. ഇനിയും വേണോ നീ? ഇത്ര രുചിയായില്ലേ? എന്താ എന്റെ പേര്? ചോമയ്യ? ചോമായി. ഓ, ചോമായി ഭയങ്കര ഡിമാൻഡുള്ള സംഭവട്ടാ. എന്നാ ഒന്നുകൂടി വാങ്ങിട്ട് തരാം, നടക്ക്. അപ്പം അതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങള്. നമ്മള് പള്ളിയിൽ നിന്ന് പതുക്കെ ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു വ്ളോഗായിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ബൈ.